അനൂപ്ജി നമസ്കാരം. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായിട്ടുള്ളൊരു മുന്നൊരുക്കത്തിലാണ് ബി ജെ പി. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ഇത്തവണ? വലിയ പ്രതീക്ഷകളാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭ, പന്തളം നഗരസഭ, അതുകൂടാതെ നിരവധി പഞ്ചായത്തുകൾ, വലിയ തോതിൽ 1500-ൽ പരം വാർഡ് മെമ്പർമാർ, അങ്ങനെ വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായി. പിന്നീട് അതിനുശേഷം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 20% ബി ജെ പിക്ക് വോട്ട് നേടാൻ സാധിച്ചു. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു MP ബി ജെ പി കിട്ടി. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ കാണുന്നത്. ഞങ്ങൾ വെച്ചിരിക്കുന്ന നമ്മുടെ ടാർഗറ്റ് പോലും ഒരു വലിയ നമ്പേഴ്സിലാണ്. ആ സംഖ്യയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ 300+ മെമ്പർമാരെ, കൗൺസിലർമാരെയും ജയിപ്പിക്കുമെന്നാണ് ഇന്ന് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു വലിയ ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് അത് വലിയ നിർണായകമാണ്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ശക്തവുമാണ്. ഈ ഒരു സമയത്ത് മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ ബി ജെ പിക്ക് അനുകൂലം തന്നെയാണോ യഥാർത്ഥത്തിൽ? ഞങ്ങൾ ഒരിക്കലും ഒരു വിഷയം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ആലോചിച്ചിട്ടല്ല ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ആശയം, ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ സാധാരണ മനുഷ്യനും അവൻ്റെ പ്രശ്നം, അവൻ ഏത് ജാതിയും മതവും ആയിക്കൊള്ളട്ടെ, അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട. അത് ബി ജെ പി ഒരിക്കലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു രാഷ്ട്രീയമല്ല. മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം വളരെ ജെനുവിനായ പ്രശ്നമാണ്. അതിന് പരിഹാരം കണ്ടെത്താൻ ഈ രണ്ട് മുന്നണികൾക്കും പാർട്ടികൾക്കും സാധിച്ചില്ല. അതുകൊണ്ട് ബി ജെ പി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. ഇനി അവരുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പി അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയും തിരിച്ചാണ് ആ ബി ജെ പി എടുക്കുന്ന ആ ആത്മാർത്ഥമായ ശ്രമങ്ങൾ കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള വലിയൊരു വിഭാഗം ബി ജെ പിയോട് അടുത്തു വരികയാണ്. അത് നമ്മളിവിടെ ഇവിടെ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും കിരൺ റിജ്ജു മുനമ്പത്ത് സന്ദർശനം നടത്തിയതിന് ശേഷം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. ബി ജെ പി ഇവിടെ വർഗീയപരമായിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആരോപണം. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ആ ഒരു വിഷയത്തെ? ഈ പറയുന്നവർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വർഗീയത ഇത്ര നാളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നോട് ഇവർ ഇതിന് മറുപടി പറയണം. എന്തുകൊണ്ട് മുനമ്പത്തിൻ്റെ വിഷയം ഇത്ര നാളുടെ അവർ പരിഹരിച്ചില്ല? പകരം ഒരു പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടെന്ന് വളരെ വ്യക്തമാണ് അവർ വഖഫ് ബില്ലിനെ എതിർത്തത്. വഖഫ് ബില്ലിനെ എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത്? ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമല്ലേ അവർ ആ വഖഫ് ബില്ലിനെ എതിർക്കുന്നത്? എന്തുകൊണ്ട് മുനമ്പത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ അവർ തിരസ്കരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് വഖഫ് ബില്ലിനൊപ്പം നിൽക്കുന്നു? അവിടെ ഏറ്റവും വലിയ പ്രീണന രാഷ്ട്രീയം ചെയ്യുന്ന ഇവരല്ലേ. എന്തിനാണ് ഈ വഖഫ് ബില്ലിനെതിരായിട്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോയത്? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുന്ന സ്റ്റാൻഡിനൊപ്പം കോൺഗ്രസും ഇടതുപക്ഷവും നിൽക്കുന്നു? അതുകൊണ്ട് തന്നെയും പ്രീണന രാഷ്ട്രീയം ചെയ്യുന്നതും വർഗീയത കളിക്കുന്നതും ഇവരാണ്, അല്ലാതെ ബി ജെ പി അല്ല. കേരളത്തിന് പുറത്ത് നടക്കുന്ന ചില ഇൻസിഡൻറ്റുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോരുന്ന ഒരു സാഹചര്യത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം തന്നെയാണ് കേരളത്തിലെ മീഡിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് സംശയം അതിനകത്ത് ഉള്ളത്? കാരണം കേരളത്തിലെ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ ബി ജെ പിയോട് അടുക്കുന്നു. അതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള പ്രചരണം അഴിച്ചുവിടുന്നത്. ഭാരതം പോലെ ഇത്രയും വിശാലമായ 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഭാരതം പോലൊരു രാഷ്ട്രത്ത് അവിടെ ഇവിടെ ഫ്രിഞ്ച് എലമെൻറ്റ്സ് കാരണം വളരെ ഫ്രിഞ്ചായിട്ടുള്ള ചില ഇൻസിഡൻസ്, ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ കൊട്ടിഘോഷിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണയുടെ രാഷ്ട്രീയം, അതാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ ബി ജെ പിയോട് അടുക്കുന്നു, നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. വഖഫ് വിഷയത്തിൽ തന്നെ കേരളത്തിലെ ഈ ഇടത് വലത് മുന്നണികൾ ശക്തമായിട്ട് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. 1% പോലും മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല. ബി ജെ പി മുനമ്പത്തെ ജനങ്ങളെ ചതിച്ചു എന്ന് മുനമ്പത്ത് വന്ന് പറയാൻ പോലും ഇവർ ധൈര്യം കാണിക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ മുനമ്പത്തെ ജനങ്ങൾ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ ഭാഗം തന്നെയാണോ? മുനമ്പത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ആദ്യം മുതലേ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പറയണം, ഈ മുനമ്പം വിഷയത്തിൽ ഇടതുപക്ഷം ഇടപെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ടോ? ലീഗ് ഇടപെട്ടിട്ടുണ്ടോ? അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്? സഹായിക്കാൻ പോയത്, ആ മനസ്സ് കാണിച്ചത് ബി ജെ പി മാത്രമല്ലേ? അങ്ങനെയുള്ളൊരു ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് അറ്റം വരെ പോയി പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കി മുനമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി നേരിട്ടെത്തി ഉറപ്പ് നൽകി. ബി ജെ പി ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നു, ബി ജെ പി ഇത്രയും വലിയ ശ്രമം നടത്തുന്നു. അവരെന്താ ചെയ്യുന്നത്? ആ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ട,
പരിഹരിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കോടതിയിൽ പോയി വക്ക ബില്ലിനെതിരായിട്ട് പാർലമെൻറ്റ് വോട്ട് ചെയ്തു, നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന് പ്രശ്നപരിഹാരം ഈ വക്ക ഭേദഗതി ബില്ല് വഴി മാത്രമേ ഉള്ളൂ. വരുന്ന ദിവസങ്ങൾ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ, ആ നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ കൃത്യത അവർക്ക് കിട്ടും. അത് യാതൊരു സംശയമില്ല. കേരളത്തിലെ ഒരു ഏകദേശം 28% മുസ്ലിം വോട്ട്, ഈ വോട്ടിൽ 1% പോലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള രീതിയിലൊരു പ്രചരണമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഇടത് വലത് മുന്നണികൾക്ക്. അത് പൂർണ്ണമായിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വഖഫിന് ഇതുപോലെ അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, BJPക്ക് മുസ്ലിം സമൂഹത്തിന് വോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു പൊള്ളയായ ഒരു കള്ളം മാത്രമാണ്. അതിനകത്ത് യാതൊരു സത്യാവസ്ഥയുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പല ബൂത്തുകളിലും എത്രത്തോളം ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും മുസ്ലിം സമൂഹത്തിൽ നിന്നും മറ്റ് സമുദായത്തിൽ നിന്നുമൊക്കെ എത്രത്തോളം വോട്ട് കിട്ടുന്നു എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കണക്കുകളുണ്ട്. അതുകൊണ്ട് അതിൽ കഥയൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി, ഒരു വോട്ട് ബാങ്കായി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വേണ്ടി ഒരു വോട്ട് ബാങ്കായി നിങ്ങൾ മാറരുത്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു അപേക്ഷ ഇതാണ്. ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു തോന്നൽ അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ അവർ ഈ രണ്ട് മുന്നണികളും മുസ്ലിം സമുദായത്തെ ഒരു വോട്ട് ബാങ്ക് മാത്രമായി കരുതുന്നത്. BJP അതേസമയം ഇവരെ ആരെയും വോട്ട് ബാങ്കായി കരുതുന്നില്ല. BJP ഓരോ നടപടികൾ എടുക്കുന്നതും ആ സമൂഹത്തിന് എങ്ങനെയെങ്കിലും ഗുണമുണ്ടാവണമെന്ന് കരുതിയിട്ടാണ്. അതവർ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നോ BJPക്ക് വോട്ട് ചെയ്യുന്നോ എന്ന് നോക്കിയിട്ടല്ല. അവസാനമായിട്ട് നമ്മുടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയം ഒരു 1980 മുതൽക്കേ തന്നെ ഉള്ളൊരു രാഷ്ട്രീയമാണ് CPM എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് വന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയൊരു രൂപം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണോ BJPക്കുള്ളത്? രാജീവ് ചന്ദ്രശേഖർജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. രണ്ട് കാര്യം ഇന്നത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് വികസിത കേരളം കൺവെൻഷൻ തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന നേതാവാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നേതാക്കളെ സൃഷ്ടിക്കാനാണ്, ഇവിടെ പാർട്ടിയെ വളർത്താനാണ്, പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനാണ്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. രണ്ട്, നമ്മൾ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം കിട്ടുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം തെളിയിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിച്ച വ്യക്തിയാണ്. ആ ഒരു വിജയിച്ച വ്യക്തി ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നമ്മൾ ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന പോലുള്ള അത്ഭുതം കേരളത്തിൽ നടക്കും. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിക്കാൻ തന്നെയാണ് അദ്ദേഹം ഈ വികസിത കേരളം പരിപാടി മുമ്പോട്ട് പോകുന്നത്. ഒരു ചോദ്യം, ഈ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അത് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമുള്ളൊരു കാര്യമാണോ? ഇടതുപക്ഷവും കോൺഗ്രസും ഈ ഭീകരതയെ പറ്റിയിട്ട് 1% പോലും സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു കാരണം? അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അത് പ്രീണന രാഷ്ട്രീയം. ആ മുസ്ലിം സമുദായത്തെ ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം കരുതുന്ന രണ്ട് മുന്നണികൾ, ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു ഭീകരവാദം, ആ ഒരു വലിയൊരു സത്യം അവർ മറച്ചു പിടിക്കാനും ആ ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യാനും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള SDPI പോലുള്ള സംഘടനകൾക്ക് കുടപിടിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഈ രണ്ട് മുന്നണികളിൽ നിൽക്കുന്നത്. അത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും ആ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇതിൽ പോയി പെടരുത് എന്നാണ് എനിക്ക് മുസ്ലിം സമുദായത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്.